കിണഞ്ഞു പരിശ്രമിക്കുന്ന സംഘടനകൾ ഈ നാട്ടിലുണ്ട് എന്ന് നിങ്ങൾ മറക്കരുത്. ഈ മലപ്പുറത്തല്ലേ നമ്മൾ ഇരിക്കുന്നത്? നിങ്ങളോട് ഞാൻ പറഞ്ഞു തരണമോ എന്താണ് ഈ നാട്ടിൽ നടക്കുന്നതെന്ന്? ഉണരൂ. എങ്കട ഉണരുണ്ട് സ്വാമിജി പറയൂ. മലപ്പുറമാണ്. അതെ, മലപ്പുറത്താണ്. ഇത്രയും വലിയ സംഭവം നടന്നത് മലപ്പുറത്താണ്. കുംഭമേള നടന്നത് മലപ്പുറത്താണ്. എന്താണ് ഉണരുണ്ട്? എവിടേക്കാണ് ഉണരുണ്ട്? നമ്മുടെ ഭാവി ബംഗ്ലാദേശിലുള്ള ഹിന്ദുവിന്റെ ഭാവി ആകരുത്. പാകിസ്ഥാനുള്ള ഹിന്ദുവിന്റെ അവസ്ഥ ഈ കേരളത്തിൽ ഉണ്ടാകരുത്. ഈ ഭാരതത്തെ കട്ടിംഗ് സൗത്ത് എന്ന പേരിൽ തമിഴ്നാടും കേരളവും ആന്ധ്രയും മഹാരാഷ്ട്രയും അതുപോലെ തന്നെ പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ഹിന്ദുവിന്റെ ഗതി എന്തായാലും ഇന്ത്യയിലെ കേരളത്തിലെ ഹിന്ദുവിന് വരില്ല സ്വാമിജി. കാരണം അത് മതരാഷ്ട്രങ്ങളാണ്. ഇത് മതേതര രാഷ്ട്രമാണ്. ഇത് എന്നും ആര് മുക്കറ് കുത്തിയാലും ഇത് മതേതര രാഷ്ട്രമായിട്ട് ഭരണഘടന അനുസരിച്ച് തന്നെ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ പ്രവർത്തിക്കുന്ന സംഘടനയുടെ നേതാക്കന്മാർ പറയുന്നു മതമാണ്, മതമാണ്, മതത്തിന് വേണ്ടിയാണ് ഞങ്ങളുടെ പാർട്ടി എന്നാണ്. ഞങ്ങൾക്ക് 7 മന്ത്രിമാർക്കുള്ള അവകാശമുണ്ട്. ഉപമുഖ്യമന്ത്രി ഞങ്ങളുടെ പാർട്ടി തന്നെ പെട്ട ആള് തന്നെ ആകണം. ഇതൊക്കെ പറഞ്ഞ് മുമ്പോട്ട് പോകും. ആ പറയുന്ന പാർട്ടി സംഘടനയൊക്കെ ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടിയല്ല. അവർ മതത്തിന്റെ പേരിലോ അവരുടെ സമാജത്തിന്റെ പേരിലോ സംഘടിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള അവകാശം ജനാധിപത്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അതേപോലെ നമുക്ക് സംഘടിച്ചൂടെ? നമുക്ക് സംഘടിക്കാം, നമുക്കും ഐക്യപ്പെടാം. നായർ മുതൽ നസറാണി വരെ, ഈഴവ മുതൽ നമ്പൂരി വരെ എല്ലാവരും ഐക്യപ്പെടട്ടെ. അത് നടക്കുമോ? അതായി നടത്തട്ടെ. ഭാരതത്തിന്റെ ഭരണഘടനയുടെ ആനുകൂല്യങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കിട്ടും. ഇവിടുത്തെ സുപ്രീം കോടതി മുതൽ താഴോട്ടുള്ള കോടതികൾ അവർക്ക് വേണ്ടി നിൽക്കും എന്ന് ആരും വിചാരിക്കേണ്ട. കാരണം ഈ കോടതിയൊക്കെ പോകും. ഇവിടെ വരാൻ പോകുന്നത് ശരീഅത്ത് കോടതിയാണെന്ന് അവർ പറയുന്നു. അത് വേണമോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കൂ. അവർ ശരിയ മാത്രമല്ലേ പറഞ്ഞുള്ളൂ. നമുക്ക് വേറെ കോടതി ആക്കിയാലോ? സനാതന ഒരു കോടതിയും അതേപോലെ ക്രൈസ്തവന്റെ ഇറ്റാലിയയിലുള്ള റോമിലെ വത്തിക്കാൻ കോടതിയും അങ്ങനെ എല്ലാ കോടതികളും കൂടി ഒന്നിച്ചാക്കിയാലോ? അതിലും പ്രശ്നമില്ല. അപ്പോൾ ആ ഒരു കോടതി മാത്രം വന്നിട്ട് കാര്യമില്ലല്ലോ. ബാക്കിയുള്ള ആളുകളും ജീവിക്കേണ്ട ഇവിടെ. അപ്പൊ എല്ലാവർക്കും ഓരോ കോടതി ആയാലോ? പോകുന്നത് മതാധിഷ്ഠിത രാഷ്ട്രമാണെന്ന് അവർ പറയുന്നു. ഞാനല്ല. വേണമോ വേണ്ടയോ, അതിന് അവസരം കൊടുക്കണമോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കൂ. അവർ പറയുന്നു, താങ്കളല്ല. പക്ഷെ ഞങ്ങൾ പറയുന്നു, ഈ പരിപ്പ് ഇവിടെ വേവൂല.